അഭ്യർത്ഥനയുമായി ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള വ്യക്തി വിളിച്ചു. വളരെ സ്നേഹവും കാര്യമാണ്, സാറെന്നും ജീന്നും ഒക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യരുത്. മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണ്. മുസ്ലിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ശരിയല്ല, പ്രവാചകൻ മുഹമ്മദ് നബി ശരിയല്ല, ഖുറാൻ ശരിയല്ല എന്നൊക്കെ പാവം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെട്ടുപോയ ഒരു തീവ്ര ഹിന്ദുത്വവാദി, ഒരു സാധാരണ മലയാളി വിളിച്ചു. എനിക്കറിയാം ഇവർ മുഴുവൻ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ വിഴുങ്ങാൻ നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മുസ്ലിം ഐക്യമൊന്നും നമുക്ക് വേണ്ട, ഈ തീവ്ര ഹിന്ദുത്വം മതി എന്ന് പറഞ്ഞാണ് ഈ സഹോദരൻ വിളിക്കുന്നത്. കഴിയുന്നത്ര പുള്ളിയെ പറഞ്ഞു മാറ്റിയിട്ടുണ്ട്, കഴിയുന്നത്ര പുള്ളിയെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തുള്ളവരെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പാമ്പ് കടിച്ചവന്റെ വിഷം ഇറക്കുകയാണ് നമ്മുടെ ജോലി. അതായത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ബാധ ഉള്ളവരെ, ഈ തലച്ചോറിൽ ഈ ഗോഡ്സേവാദികളുടെ നാഗവല്ലി ബാധിച്ചവരെ ആ ബാധ ഒഴിപ്പിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ സമുദായങ്ങളിലും, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ തീവ്രസ്വരക്കാരുണ്ടാകും. അവരെ തിരിച്ചു പിടിച്ച് നന്നാക്കി മോഡറേറ്റ്സ് ആക്കുക. വളരെ രസകരമായ കോൺവെർസേഷനാണ്. ഭയങ്കര താഴ്മയേറിയ അഭ്യർത്ഥനയാണ്, ഇങ്ങനെ ചെയ്യരുതേ, നിങ്ങൾ ഒരിക്കലും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു സുഹൃത്ത് വിളിക്കുന്നു. അതാണ് നമ്മൾ കേൾക്കുന്നത്. തീവ്രവാദികളെ വളരെയധികം ന്യായീകരിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിനെ ആക്ഷേപിക്കുന്ന എന്നുള്ളൊരു പരാതി ഞാൻ ഡെയിലി ടി വി കാണുന്നുണ്ട്. അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസം എല്ലാ മതങ്ങളിലൂടെയും ദൈവത്തിൽ എത്താന്നല്ലേ? അപ്പം ഖുറാനും മുഹമ്മദും ഒക്കെ നമുക്കും പവിത്രമല്ലേ? സാർ അല്ല സാർ, ഞാൻ വർഷങ്ങളായി ഞാൻ ഒരു മുസ്ലിം കൺട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അവരുടെ ആറ്റിറ്റ്യൂഡുകൾ വളരെ എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ള മതസ്ഥരെ ക്രൂരമായി ശിക്ഷിക്കാനുള്ളതാണ്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ അടക്കം ബൈബിളും ഗീതയും ഖുറാനും എല്ലാം ദൈവത്തിലേക്ക് എത്താനുള്ള വഴികൾ നല്ലേ നമ്മളെ പഠിപ്പിച്ചത്? എല്ലാമാണ്. പക്ഷേ ഇവര് സാർ ചിന്തിക്കണം, നമ്മുടെ ആറ്റിങ്കലിലുള്ള ഒരു നിതിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഹിന്ദുവാണ്, ഒരു ഈഴവ പയ്യനാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം അവനെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എവിടെ വെച്ചാ സാർ? സൗദി അറേബ്യയിൽ വെച്ച്, റിയാദിൽ വെച്ച്. അതെ, സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നില്ലേ? നമ്മുടെ UAE ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നില്ലേ? ഇപ്പൊ UAE ഗവൺമെന്റ് നമുക്ക് അമ്പലം പണിയാൻ വേണ്ടി അവിടെ സ്ഥലം തന്നില്ലേ? നമ്മുടെ മോദിജി അല്ലേ പോയി ഇനോഗ്രേറ്റ് ചെയ്തത്? സാർ, ഞാനൊരു കാര്യം പറയാം. ഞാനിവിടെ വന്നപ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എനിക്ക് വളരെയധികം ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. പക്ഷേ സാറിന്റെ ഏതെങ്കിലും മുസ്ലിം സുഹൃത്ത് ഹിന്ദു ആയോണ്ട് സാറിനോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? പിന്നെ ഇല്ല. ഞാൻ അതാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഒരാവശ്യം വരുമ്പോൾ ഇവർ നമ്മളെ വളരെ വ്യക്തമായി തള്ളുന്നത്. ഇവര് ഡബിൾ ഫേസ് ആണ് ഇവര്. സാർ, അവർക്കൊരാവശ്യം വന്നാൽ അവര് ഹെൽപ്പ് ചെയ്യില്ലെങ്കിൽ പിന്നെ ആര് ഹെൽപ്പ് ചെയ്യും? മുസ്ലിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ മുസ്ലിം സമുദായവും ക്രിസ്ത്യാനികളും. പക്ഷെ സാറിനോട് പറയാം, സാറ് നമ്മുടെ തൊട്ടടുത്ത സന്ദർഭമുള്ള സാർ സ്വന്തം നമ്മുടെ ആളാണ്. ഞങ്ങളുടെ കുറെ ആൾക്കാർ ഇപ്പൊ സാറിന്റെ ഈ ചർച്ചകൾ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി സാറിനെ വിളിച്ചു സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചതുകൊണ്ട്. എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എന്റെ ഏക സംശയം എന്താ അറിയോ ജി? നമ്മുടെ സൗദി അറേബ്യയില്, മിഡിൽ ഈസ്റ്റില്, UAE-ല്, ഖത്തറില്, ബഹ്റിനില് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളല്ലേ സന്തോഷത്തോടെ വർക്ക് ചെയ്യുന്നു. ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? സാർ, ഇതൊക്കെ സാറിന് ഞാൻ പിന്നെ അടുത്ത മാസം ഞാൻ വെക്കേഷൻ വരുമ്പോൾ അല്ല എന്റെ ഒരു സംശയമേ സാർ, ഇത് മാത്രമാണ്. നമ്മളെ വിവേകാനന്ദനും ഗാന്ധിജിയും ഒക്കെ പഠിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് ആണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും ശ്രീരാമനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ഈ പാതകളെല്ലാം ദൈവത്തിലേക്ക് എത്തുമെന്നല്ലേ? പിന്നെ എങ്ങനെയാണ് ഖുറാനെയും നമ്മുടെ പ്രവാചകനെയും നമുക്ക് അപമാനിക്കാൻ കഴിയുക? അല്ല, അപമാനിക്കല്ല. ഈ മുഖം മറ്റു പ്രവാചകന്മാർ, നമ്മുടെ ശ്രീരാമന്റെ അല്ലെങ്കിൽ ജീസസിന്റെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വാമി വിവേകാനന്ദ, ശ്രീനാരായണ ഗുരുദേവന്റെയോ പിന്നെ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദ, അവരുടെ രീതിയെല്ലാം മുഹമ്മദിന്റെ മുഹമ്മദ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു
കാമപ്രാന്തനായിരുന്നു. വളരെ വ്യക്തമായ ആരാ ഇതൊക്കെ അങ്ങോട്ട് പറയണേ? ലോക ചരിത്രത്തിലെ 4 മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് എന്നാണ് വിവേകാനന്ദന്റെ നിലപാട്. ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒന്നാണ് പ്രവാചകൻ മുഹമ്മദ് എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ നിലപാട്. ഇവർക്കില്ലാത്ത ഈ നിലപാട് നമുക്ക് എവിടെന്നാ വരുന്നേ? പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കാര്യം അവിടെ നിൽക്കുന്നത്. നമ്മുടെ ഭഗവത് സിംഗിനെ പിന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞായിരുന്നെങ്കിൽ തൂക്കിക്കൊല്ലുകയില്ലായിരുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. ഭഗത് സിംഗിനെ രക്ഷിക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും ആയിരുന്നല്ലോ. അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുകയല്ലേ. അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലമല്ലേ ബ്രിട്ടീഷുകാരല്ലേ തീരുമാനിക്കുന്നത്. അന്ന് ബ്രിട്ടീഷുകാരല്ലേ തീരുമാനിക്കുന്നത്. ഇനി പോട്ടെ, ഇനി അത് പോട്ടെ. നമ്മുടെ വിവേകാനന്ദ സ്വാമി എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഏറ്റവും വലിയ സന്യാസി, ലോകത്തിലെ 4 മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് എന്നാ പറയണേ. ഈ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് അങ്ങക്ക് തെറ്റിദ്ധാരണ ആരാ തരുന്നേ? അല്ലല്ല, ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന അതിന് എനിക്ക് വളരെ 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 ഇഷ്ടമുള്ള അത് പലക്കാരും നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളും സാറിന്റെ ആ ത്രോയിന്റെ പേരുകളിലെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ സാറിനെ കുറിച്ച് ഇപ്പോൾ ഒരു മതിപ്പില്ലാത്തത് വരെ വന്നു കഴിഞ്ഞാൽ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ സാർ? അത് ഈ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ? ഈ തീവ്ര ഹിന്ദുത്വവാദികളല്ലേ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത്? ഈ ഗോഡ്സെയെ ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അച്ഛനെ കൊന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ പാതയല്ലേ തെറ്റ്? അങ്ങൊന്ന് ആലോചിച്ച് നോക്കി. സാർ, ഞാൻ മറ്റുള്ളവരുടെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം, എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അല്ല, ദയവ് ചെയ്ത് പറഞ്ഞോളൂ, കേട്ടില്ല. സാർ ദയവ് ചെയ്ത് അതുകൊണ്ട് നമ്മുടെ ചാനലുകളിൽ വന്ന് സംസാരിക്കുമ്പോൾ പിന്നെ സാറിനെ ഇവരെ കൈവിട്ട് സ്വീകരിക്കും. പക്ഷെ ഒരു ദിവസം സാമ്പാറിലെ കറുവേപ്പില മാന്തി ഇവരെടുത്ത് വിളിക്കളയും. അല്ല സാറേ, നമുക്ക് എന്തിനാണ് അവരുടെ സ്വീകരണവും അല്ലെങ്കിൽ തിരസ്കരണവും? നമ്മുടെ ശബരിമലയിൽ പോകുമ്പം അയ്യപ്പന്റെ ഏറ്റവും നല്ല സുഹൃത്ത് മുസ്ലിമായ ഒരു വാവരല്ലേ? അങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ദൈവമായ അയ്യപ്പന്റെ പോലും ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമായ വാവരല്ലേ? സാറിന് ഇവരുടെ ആറ്റിറ്റ്യൂഡുകൾ അറിയില്ല. ഇവരെ ഇവിടുത്തെ മദ്രാസ് സ്കൂളുകളിൽ ഇവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മറ്റു മതസ്ഥരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവരെ ചെയ്യേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. സാറിന് അത് അറിയില്ലാത്തത്. ആ മദ്രസയെ പഠിച്ച ആളല്ലേ ഇന്ത്യ കണ്ടേ? ഞാൻ ഒരു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ആരാ? ആരുടെ ചിത്രമാണ് മനസ്സിലേക്ക് വരുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട APJ അബ്ദുൽ കലാം സാറിന്റെ തന്നെയാണ്. APJ അബ്ദുൽ കലാം ഒരു മദ്രസയെ പഠിപ്പിക്കുകയും APJ അബ്ദുൽ കലാമിന്റെ അച്ഛൻ ഒരു മദ്രസയിലെ ഇമാമും അല്ലേ? അവിടെ നിന്ന് പഠിച്ചല്ലേ വരുന്നത്. പക്ഷേ ഇനി 2, താങ്കളും ഞാനും ഏകദേശം ഒരേ പ്രായക്കാരാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ കുറച്ചുകൂടെ ചെറിയ കാലത്ത് നമ്മളെ വീണ്ടും വന്ദേമാതരം പാടിച്ചത് ഒരു AR റഹ്മാൻ എന്ന് പറയുന്ന മുസ്ലിമായ അള്ളാറഖ റഹ്മാൻ അല്ലേ? പിന്നെ ഇതെല്ലാം വിശ്വാസികളായ മുസ്ലിങ്ങളല്ലേ? APJ അബ്ദുൽ കലാമും അച്ഛനും ഒക്കെ ഇതേ മദ്രസയിൽ നിന്നല്ലേ പഠിച്ചു വന്നത്? സാർ, പണ്ട് നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അദ്ദേഹം പറഞ്ഞത് പിന്നെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ തീവ്രവാദികളല്ല മുസ്ലിങ്ങളാണെന്ന്. അല്ല സാർ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൊണ്ട് തീവ്രവാദി ഹിന്ദുവും ബ്രാഹ്മണനുമാണ്. ഒരിക്കലും ഞങ്ങൾ ബ്രാഹ്മണർക്ക് അപമാനമാണ് ഗോഡ്സെ, പക്ഷേ ഈ ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞതാണ്. നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കൊന്ന തീവ്രവാദികൾ സിഖുകാരാണ്. രാജീവ് ഗാന്ധിയെ കൊന്ന തീവ്രവാദികൾ തമിഴ്. നമ്മുടെ തമിഴന്മാർ നമ്മുടെ അഭിമാനമാണ്, പക്ഷേ LTT തീവ്രവാദികളാണ്. ഇവരെല്ലാം മുസ്ലിങ്ങളാണോ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന മുസ്ലിമാണോ? ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയെ കൊന്നത് നമ്മുടെ പ്രധാനമന്ത്രിമായിരുന്നു, മുസ്ലിമാണോ? അല്ല സാർ, പിന്നെ ഇപ്പൊ എന്നെക്കാട്ടിലും 100 മടങ്ങ് വിവരവും വിദ്യാഭ്യാസവും ഉള്ള പിന്നെ സാറിനുണ്ടെന്ന് എനിക്കറിയാം. സാർ പഠിച്ച് ഞാൻ കംപ്ലീറ്റ് സാറിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പിന്നെ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത്, എനിക്ക് സാറിനോട് വളരെ സ്നേഹമുള്ളതാണ്. സാറിന്റെ വൈഫിനെ ചാനലിൽ പിന്നെ കല്യാണത്തിന് മുമ്പേ
ഞാൻ ചാനലിൽ കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് സാറ് കുറച്ച് മിതത്വം പാലിക്കണമെന്നാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. സന്തോഷം, അങ്ങ് വിളിച്ചു പറയാൻ കാണിച്ചതിൽ നല്ല മനസ്സ് സന്തോഷം. ഒരു കാര്യം കൂടെ, ഞാൻ യഥാർത്ഥത്തിലെ ഈ ശബരി അയ്യപ്പസ്വാമിയൊക്കെ വിശ്വാസമാണോ? അയ്യപ്പനെയൊക്കെ വിശ്വാസമാണോ? തീർച്ചയായിട്ടും. ഞാനവിടെ പണ്ട് ഗൾഫിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ടാക്സി കൊണ്ട് അവിടെ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ മക്കളെ പിന്നെ 3 മക്കളാണ്, 2 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളെ ഇനി കൊണ്ടുപോകണം. ശരി. അപ്പം അവസാനം പോകുന്ന വഴി അയ്യപ്പൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്റെ മുസ്ലിം സുഹൃത്തായ വാവരയെ തൊഴുതിട്ട് വരണമെന്നല്ലേ? നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു വന്നപ്പോ പോലും വാവര് നടയിൽ പോയി വാവരയെ തൊഴുതിട്ടല്ലേ അയ്യപ്പനെ കാണാൻ പോയത്? അങ്ങും അങ്ങനല്ല, അങ്ങനെ ആയിരിക്കില്ലേ ചെയ്യുന്നത്? സാറ് പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നത് സത്യമാണ്. പക്ഷേ ഇവർ ഞാൻ എല്ലാവരെയും അല്ല സാർ പറയുന്നത്. ഇവരിൽ ഒരു വിഭാഗം ഒരു 10% ഉണ്ട് സാർ. സാർ, അത് നമ്മളിലും ഇല്ലേ? അങ്ങനെ തീവ്ര സ്വരക്കാര് നമ്മളിലും ഇല്ലേ? പക്ഷേ ക്രിസ്ത്യാനികളിലില്ലേ? മുസ്ലിങ്ങളിലില്ലേ? ഹിന്ദുക്കളിലില്ലേ? എല്ലാവരും ഇല്ലേ? പക്ഷേ ഇത് അവരാരെ കൊല്ലാൻ പോകുന്നില്ല സാർ. ഉണ്ടല്ലോ സാർ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ കൊന്ന മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാള്, പുള്ളി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടാണ്, യേശു ക്രിസ്തുവിന്റെ പാതയിൽ പോകുന്നവനേ അല്ല. പക്ഷെ മാർട്ടിനാണ് കളമശ്ശേരി ബോംബ് വെച്ചത്. 6 പേരോ 8 പേരോ എന്തോ മരിച്ചു. മാർട്ടിൻ മുസ്ലിമാണോ? അത് മുസ്ലിങ്ങളെ അല്ല, അതിന്റെ ക്രിസ്ത്യൻ സഭയ്ക്ക് അകത്തുള്ള പ്രശ്നത്തിന് വേണ്ടി തന്നെയാണ്. അതെ. അപ്പൊ അതാ പറഞ്ഞത്, അങ്ങനെ തീവ്രവാദികളോ ബോംബ് ഉപയോഗിക്കുന്നവരോ എല്ലാ സമുദായത്തിലും പെടില്ലേ? എല്ലാ വിഭാഗത്തിലും അങ്ങനെ ആൾക്കാർ പെടില്ലേ? പക്ഷേ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇവർ മാത്രമല്ല സാർ. സാറേ, നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രസിഡന്റ് നമ്മുടെ അബ്ദുൽ കലാമാണ്. അങ്ങേക്ക് അറിയാമെന്നറിയില്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടാളക്കാരൻ ഒരു പരംവീര ചക്ര അബ്ദുൾ ഹമീദാണ്, മുസ്ലിമാണ്. ഇന്ത്യയില് അങ്ങനെ നമ്മള് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പോരാടിയിട്ടല്ലേ ബ്രിട്ടീഷുകാരുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി, നമ്മുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടല്ലോ, അവധിയാക്കി തന്നത് മുസ്ലിം മുഖ്യമന്ത്രി ആയിരുന്ന CH മുഹമ്മദ് കോയയാണ്. നമ്മുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് സ്കൂളിൽ അവധിയാക്കി തന്നത് പോലും CH മുഹമ്മദ് കോയാണ്. നല്ലവര് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും എല്ലാവരും ഇല്ലേ? പിന്നെ ഈ മുസ്ലിം വിരോധത്തിന്റെ ആവശ്യമുണ്ടോ? അതെ. ഇവര് പിന്നെ ഞാനൊരു റിക്വസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സാർ അത് ഇനി ചാനലിൽ വരുന്ന കുറച്ചൊരു വിരുദ്ധം പാലിക്കണം സാർ. ഞാൻ മനസ്സിലാക്കാം. ഞാനപ്പം തിരിച്ചൊരു കാര്യം ഇതേപോലെ പറഞ്ഞോട്ടെ. നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്താണെന്ന് ഞാനൊരു 20 സെക്കൻഡിൽ അങ്ങോട്ട് പറയാം. ഒരൊറ്റ ചോദ്യത്തിൽ പറയാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം. പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ആഴ്ചയിൽ ഏത് ദിവസമാണ് അവരുടെ പള്ളിയിൽ പോകുന്നത്? ഏത് ദിവസമാണ്? അങ്ങേക്ക് അറിയായിരിക്കുമല്ലോ. ക്രിസ്ത്യാനികൾ ഏത് ദിവസമാണ് പള്ളിയിൽ പോണേ? ഞായറാഴ്ച. ആഴ്ചയിൽ എല്ലാ ദിവസവും ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ പോകുന്നത്? വെള്ളിയാഴ്ച അല്ലേ? ഫ്രൈഡേ. അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ഞായറാഴ്ചയും മുസ്ലിം സഹോദരന്മാർ വെള്ളിയാഴ്ചയാ പോണത്. നമ്മൾ ഹിന്ദുക്കൾ എന്നാണ് നമ്മുടെ അമ്പലങ്ങളിൽ ഇതേപോലെ പോകുന്നത്? നമ്മുടെ അതിന്റെ കാരണം സാർ, അത് ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ള കാരണമാണ്. നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു കാരണം നമ്മുടെ മതം ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് പുതിയ മതങ്ങളാണ്. 1450 വർഷം 2000 വർഷമായിട്ട് അവരൊരു ചട്ടത്തോട് പണിയും. അപ്പം അടിസ്ഥാനപരമായി നമുക്കങ്ങനെ ഒരുമിക്കാനോ പ്രാർത്ഥിക്കാനോ ഏടോ സമയമോ ഇല്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് ക്രിസ്ത്യാനികൾക്ക് പരസ്പരം കാണാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനും പരസ്പരം ഒന്നിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു ഞായറാഴ്ചയുണ്ട്. മുസ്ലിങ്ങൾക്ക് പരസ്പരം ഒന്നിക്കാനും സഹായിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരു വെള്ളിയാഴ്ചയുണ്ട്. നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കാണാനും പരിചയം പുതുക്കാനും ദിവസവും കാര്യങ്ങളോ ഇല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം ഇതാണ്. ഇതിനെ മറികടക്കാനായി നമ്മുടെ ഇടയിലുള്ള തീവ്ര സ്വരക്കാര് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ശത്രുവാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. അതായത് നമ്മുടെ ഇടയിലുള്ള നായർ, ഈഴവ, പുലയ, ധീവര, വെള്ളാള, അമ്പലവാസി, ആദിവാസി, ക്ഷത്രിയ, ബ്രാഹ്മണ, അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഇവരെ ഒരുമിച്ച് നിർത്താനായിട്ട് ഇല്ലാത്ത ശത്രു ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കാനായി ഒരു മുസ്ലിമിനെ അപ്പുറത്ത് ശത്രുവായിട്ട് കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല നമ്മുടെ ശത്രു, നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു. നമ്മുടെ ഇടയിലുള്ള പഠനമില്ലായ്മ, ഐക്യമില്ലായ്മ, യോജിപ്പില്ലായ്മ, നമ്മൾ